ഹലോ, ഇന്നേ ഏടത്തിയമ്മയുടെ പിറന്നാളാണ്. ആളപ്പം അമ്പലത്തേക്ക് പോയിട്ട് വരികയാണ്. ഇവിടെ എല്ലാവരുടെ പിറന്നാളിന് വീട്ടിൽ ചെറുതായിട്ടെങ്കിലും ഒരു സദ്യ വെച്ച് ആഘോഷിക്കാറുണ്ട്. എന്നാ പിന്നെ എന്തുണ്ടാക്കിയ വിഭവങ്ങൾ കണ്ടാലോ? അവിയലും സാമ്പാറും അമ്മയാണ് കേട്ടോ വെച്ചത്, മസാലക്കറി ചേച്ചിയും. ഞാൻ പായസമാണ് ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞ പായസം വെക്കുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്താണെന്നറിയോ? പായസത്തിലേക്ക് മധുരം ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ. എൻ്റെ ഹസ്ബൻഡിന് മധുരം തീരെ പാടില്ല, പക്ഷെ പായസം മധുരം വേണ്ടേ. ഇതിനാണ് ഞങ്ങൾ കൂടുതൽ അടി ഉണ്ടാക്കുക. സദ്യയൊക്കെ വെച്ച് അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വീട് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഉച്ചയായിട്ടോ. അമ്മ അപ്പോഴേക്കും ഇലയൊക്കെ മുറിച്ചിട്ട് വന്ന് ചേച്ചിക്ക് വിളമ്പി കൊടുക്കാൻ തുടങ്ങി. സഹായത്തിന് നമ്മുടെ കുഞ്ഞുമണി ഉണ്ട് കേട്ടോ. പിറന്നാൾ കുട്ടി കഴിച്ചിട്ട് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവര് കഴിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ. കുഞ്ഞുമണിക്ക് അതൊന്നും ബാധകമില്ലാത്തതുകൊണ്ട് അവൾ അയിന്ന് ഇതെന്നൊക്കെ വാരി കുറെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ അവരെ ആസ്വദിച്ച് കഴിക്കട്ടെ എന്നേ, നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. ചേച്ചി കഴിച്ചു കഴിച്ചപ്പോ ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് കഴിക്കാനിരുന്നേ. അച്ഛനെ വീഡിയോയിൽ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടോളൂ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛൻ. അങ്ങനെ ഉച്ചക്കലത്തെ സദ്യ ഗംഭീരായി. ഇനി നല്ലൊരു ഉറക്കം, എന്നിട്ടാവാം അടുത്ത പണികളൊക്കെ. ഈവനിങ് ആയപ്പോൾ നമ്മുടെ ജയശ്രീച്ച് കേക്കും കൊണ്ട് വന്നേ. നമ്മുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ജയശ്രീച്ചിയെ കൊണ്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിപ്പിക്കാറ്. നൈറ്റ് ആയപ്പോഴേ കുട്ടികളൊക്കെ ചേർന്ന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിപ്പിച്ചു. ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാ വെറൈറ്റി കേക്ക്സും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ കൊണ്ടാഴിയും അയനൂര്, ഒറ്റപ്പാലം വഴിയനൊരു ഭാഗത്തുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ജയശ്രീച്ചിയുടെ കേക്ക് വൺ ടൈമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യണേ. നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.